ബ്രിട്ടീഷുകാരനായ ലുക്ജറം എന്ന ഇൻസ്റ്റലേഷൻ കലാകാരൻ സൃഷ്ടിച്ച ഭീമാകാരമായ ചന്ദ്രമാതൃകയുടെ പ്രദർശനം മ്യൂസിയം ഓഫ് ദ മൂൺ കനകക്കുന്നിലെ പുൾമേട്ടിൽ തുടങ്ങി. ജനുവരിയിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് മുന്നോടിയായാണ് പ്രദർശനം. 7 മീറ്ററോളം വ്യാസമുള്ള ഊതിവീർപ്പിക്കാനാവുന്നതാണ് ഇൻസ്റ്റലേഷൻ. ചന്ദ്രോപഗ്രഹത്തിൽ നാസ സ്ഥാപിച്ച ലൂണാർ റെക്കഗ്നൈസ് ഓർബിറ്റർ ക്യാമറ പകർത്തിയ യഥാർത്ഥ ചിത്രങ്ങൾ കൂട്ടിയിണക്കിയാണ് തയ്യാറാക്കിയത്. വൈകിട്ട് 6:30 ചുറ്റുമുള്ള ലൈറ്റുകൾ ഡിം ചെയ്ത് ചന്ദ്രന്റെ ഉള്ളിൽ മാത്രം ലൈറ്റ് പ്രകാശിപ്പിച്ചു. സന്ധ്യ മയങ്ങിയതോടെ തടിച്ചുകൂട്ടിയ ആയിരങ്ങൾക്ക് മുന്നിൽ ചന്ദ്രൻ ഭൂമിയിൽ പ്രകാശിച്ചു. ചന്ദ്രപ്രകാശത്തിന് സമാനമായ വെളിച്ചം ഉള്ളിൽ നിന്ന് ഉപരിതലത്തെ പ്രകാശപൂരിതമാക്കുന്നതിനാൽ പ്രകാശിക്കുന്ന ചന്ദ്രൻ കൺമുന്നിൽ നിൽക്കുന്ന അനുഭവമായി. ബാഫ്റ്റ അവാർഡ് ലഭിച്ച സംഗീതജ്ഞൻ ഡാൻ ജോൺസൺ ചിട്ടപ്പെടുത്തിയ പശ്ചാത്തല സംഗീതം കാഴ്ചക്കാരെ മറ്റൊരു ലോകത്തെത്തിച്ചു. 40 കിലോ ഭാരവും 10 അടിയോളം ഉയരവുമുള്ള ഇൻസ്റ്റലേഷന്റെ ഉള്ളിൽ നിറച്ചത് ഹീലിയമാണ്. ഉപരിതലത്തിലെ ഗർത്തങ്ങളും താഴ്വരകളും അതേപടി കാണാം. ഭൂമിയിൽ നിന്ന് സാധാരണ കാണാനാവാത്ത ചന്ദ്രന്റെ മറുവശവും കാണാനാവും. ശില്പത്തിന്റെ ഓരോ സെന്റിമീറ്ററും ഉപരിതലത്തിന്റെ 5 കിലോമീറ്റർ പ്രതിനിധാനം ചെയ്യുന്നു. വലിയ ക്രെയിനിൽ റോപ്പ് കെട്ടിയാണ് ഇൻസ്റ്റലേഷൻ നടത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെ വിവിധ ഭാഗങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. പുലർച്ചെ വരെ പ്രദർശനം നീണ്ടു. KSCSTE, ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, മ്യൂസിയം ആർട്ട് സയൻസ് എന്നിവയാണ് സയൻസ് ഫെസ്റ്റിന് നേതൃത്വം നൽകുന്നത്. ജനുവരി 24 മുതൽ ഫെബ്രുവരി 15 വരെ നടക്കുന്ന സയൻസ് ഫെസ്റ്റിവലിൽ ഇത് സ്ഥിരം പ്രദർശന വസ്തുവാണ്. മന്ത്രി KN ബാലഗോപാൽ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് MC ദത്തൻ, സംവിധായകൻ ശങ്കർ രാമകൃഷ്ണൻ, GSFK സയൻസ് കൺവീനർ വൈശാഖൻ തമ്പി, കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ KP സുധീർ, ഫെസ്റ്റിവൽ ഡയറക്ടർ അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.